ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് നെക്കിൻ്റെ പാറ്റേൺസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും തയ്യൽക്കടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ന്യൂസ് പ്രിൻറ്റ് പേപ്പർ, കിലോ പേപ്പറല്ലേ അത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തുണി മടക്കുന്നത് പോലെ തന്നെ ഇതിനെ രണ്ടാക്കി മടക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും കിട്ടുമല്ലോ. അതായത് തുണി എങ്ങനെയാണോ മടക്കുന്നത് അതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്തു, പേപ്പർ എടുത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. നെക്ക് മാർക്ക് ചെയ്യാൻ അധികം ഞങ്ങൾ സ്കെയിലാണ് യൂസ് ചെയ്യാറ്, കാരണം നമുക്കൊരു 12 ഇഞ്ച് വരെ സ്കെയിൽ കിട്ടുമല്ലോ. അപ്പോൾ സ്കെയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിതൊരു മാർക്കറാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫാബ്രിക്കൊക്കെ മടക്കുന്ന പോലെ തന്നെ ഇതിനെന്ത് ചെയ്തു, 2 പാർട്ടാക്കി മടക്കി വെച്ചു. 2 പാർട്ടിൽ 2 മടക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓപ്പൺ സൈഡ് ഇത് റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഇത് ചുരുട്ടി വെച്ച സാധനം നേരെ പെട്ടെന്ന് എടുത്തുകൊണ്ട് ഇങ്ങനെ ചുരുണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ച് മടക്കിയപ്പോൾ ഞാനത് റെഡിയാക്കി, അത് കരിയാക്കണം. അപ്പോൾ നമ്മളിതാ മടക്കി വെച്ചിട്ടുണ്ട്. ഓപ്പൺ ഇതിപ്പോൾ റൈറ്റ് സൈഡിൽ വരുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ആ ക്ലോസ്ഡ് സൈഡിൽ വേണം നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എല്ലാവർക്കും അറിയുന്നല്ലേ. ആദ്യം തന്നെ നമ്മൾ റൗണ്ട് നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലെ വ്യക്തിയാണ്. അപ്പോൾ മീഡിയം സൈസിലുള്ള ആൾക്കാർക്ക് പറ്റുന്ന നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഷോൾ നെക്കായിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് റൗണ്ട് നെക്കിൻ്റെ താഴേക്കുള്ള ലെങ്ത് ഇല്ലേ, അത് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തു. ഒട്ടുമിക്ക എല്ലാ നെക്കിനും 3ഉം 6ഉം തന്നെയാണ് ഞങ്ങൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് 2ഉം മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു സ്ക്വയർ വരച്ചെടുത്തു. സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിത് 2 സൈഡിലും ഉണ്ടല്ലോ, നിവർത്ത് വെക്കുമ്പം 2ഉം 6 ഇഞ്ചാണല്ലോ വരിക, അങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പോൾ കാണുമ്പോൾ ഒരു റെക്റ്റാങ്കിൾ ആയിട്ടാണ് തോന്നുന്നുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ 3 ഇഞ്ചും 6 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് ഒരു സ്ക്വയർ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ ജസ്റ്റ് അത് എത്ര അളവെടുത്തത് എന്നുള്ളത് മാർക്ക് ചെയ്തത്. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു മൊത്തത്തിലുള്ള 6 ഇഞ്ചില്ലേ, ആ 6 ഇഞ്ച് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതായത് 3 ഇഞ്ചിൽ ഒരു മാർക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ 3 ഇഞ്ചിൽ നിന്ന് താഴേക്ക് റൗണ്ട് വരച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുത്ത് ഇച്ചിരി കുടുങ്ങിയ പോലെ ഇരിക്കും. ഇച്ചിരി നെഞ്ചൊക്കെ വീതിയുള്ള ആൾക്കാരാണെങ്കിൽ ഭയങ്കര ഒരു കുടുങ്ങിയ പോലെ ഇരിക്കും. അപ്പോൾ കുറച്ചുകൂടെ വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, താഴേന്ന് ഒരു 2 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്യുന്നു. അവിടെ നിന്നാണ് താഴത്തെ നമ്മുടെ 3 ഇഞ്ചില്ലേ, ആ 3 ഇഞ്ചിൻ്റെ പകുതിയായിട്ടുള്ള 1.5 ഇഞ്ചിലേക്ക് കേവായിട്ടൊരു ലൈൻ ഇട്ട് കൊടുക്കുന്നു. കേവായിട്ടുള്ള ലൈന് വരക്കാൻ വേണ്ടി ഇപ്പോൾ സ്കെയിലൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങളിപ്പോഴും ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ലൈൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ താഴെയിലെ 1.5 ഇഞ്ചിൽ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന 2 ഇഞ്ചില്ലേ, അതായത് താഴേന്ന് 2 ഇഞ്ച് വരുന്നത്, അതിലേക്ക് ഒരു കേവ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എന്ത് ചെയ്തു, താഴെയുള്ള ആ ഒരു ലൈനില്ലേ അതങ്ങനെ തന്നെ ഫോളോ ചെയ്ത് നമ്മൾ വരച്ച ആ കേവിലോട്ട് നല്ല സൂക്ഷിച്ച് തന്നെ മുറിച്ച് കൊടുക്കുക. എന്നിട്ട് മുകളിലേക്ക് വരച്ച് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് മുകളിൽ കറക്റ്റ് നടുക്കുന്ന വരച്ച് കഴിഞ്ഞ് ഇച്ചിരി കുടുങ്ങിയ പോലെ ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാമായിരുന്നേ. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കറക്റ്റ് ഒരു റൗണ്ട് നെക്കിൻ്റെ പാർട്ട് വന്നിട്ടില്ലേ. ഒട്ടുമിക്ക എല്ലാ ബോഡി ഷേപ്പുകാർക്കും മാച്ച് ആവുന്ന ഒരു നെക്ക് തന്നെയാണ് ഈ റൗണ്ട് നെക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് ഇത്ര വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 ഇഞ്ച് എടുത്തെടുത്ത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് വെച്ചിട്ടും കൊടുക്കാവുന്നതാണ്. ഇനി റൗണ്ട് നെക്ക് കഴിഞ്ഞാൽ പിന്നെ അധികം ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു നെക്കാണ് ഈ സ്ക്വയർ നെക്ക്. ഞാനും ചൂസ് ചെയ്യാറുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നെക്ക് തന്നെയാണ്. അപ്പോൾ നമുക്കിനി സ്ക്വയർ നെക്കിലേക്ക് പോവാം. അപ്പോൾ സ്ക്വയർ നെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിലുള്ളത് പോലെ തന്നെ നമ്മുടെ ഒരു ചതുരത്തിൻ്റെ രീതിയിലിരിക്കുന്ന നെക്കാണ്, അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതിലെന്ത് ചെയ്തു, നമ്മൾ നെക്കിൻ്റെ വീതിയായിട്ട് 3 ഇഞ്ച് തന്നെ ആസ് യൂഷ്വൽ മാർക്ക് ചെയ്തു. താഴേക്കുള്ള ലെങ്ത്തായിട്ട് 6 ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത്. അത് നിങ്ങളുടെ അളവ് എത്രയാണോ വേണ്ടതെന്നുള്ളത് അത് നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ 3 ഇഞ്ചും 6 ഇഞ്ചും വെച്ച് ഒരു സ്ക്വയർ വരച്ച് ജസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയറിൻ്റെ നെക്ക് കിട്ടും. പക്ഷേ അത് നമുക്കൊന്ന് കുറച്ച് ഒതുങ്ങി നല്ല വൃത്തിക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വളച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, അതുപോലെ നമ്മുടെ അളന്നെടുത്തിട്ട് എത്രയാണോ നമ്മുടെ 3 ഇഞ്ച് 6 ഇഞ്ച് വെച്ചിട്ട് നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചെടുത്തു. എന്നിട്ട് നമ്മുടെ ഈ റെക്റ്റാങ്കിളിൻ്റെ താഴെയില്ലേ, അതായത് താഴെ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥലം, അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് കടത്തിയിട്ട് ഒരു മാർക്ക് കൊടുക്കുക. എന്നിട്ട് ഇപ്പം നമ്മൾക്ക് കിട്ടിയ ആ ഒരു പോയിന്റില്ലേ, അവിടെ നിന്ന് ഇതിൻ്റെ അറ്റത്തേക്ക് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ഒരു സ്ക്വയറിനൊക്കെ ആയിട്ട് തോന്നുകയും ചെയ്യും, പിന്നെയും കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാവേ. അപ്പോൾ കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാണുമ്പോൾ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മളിതാ സ്ക്വയർ
നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. സ്ക്വയർ തന്നെയാണ്, ചെറിയൊരു വളവുണ്ട്. പക്ഷേ നമ്മൾ ബോഡിയിലേക്ക് വരുന്ന സമയത്ത് നല്ല സ്ക്വയറായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് അടുത്ത് ബോട്ട് നെക്ക് നോക്കാം. ബോട്ട് നെക്കും അത്യാവശ്യം ആൾക്കാർ ചൂസ് ചെയ്യുന്ന നെക്കാണ്. പക്ഷേ ഇച്ചിരി തടിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബോട്ട് നെക്ക് ചൂസ് ചെയ്താൽ നല്ല തടിയുള്ളപോലെ തോന്നിക്കും. ഇപ്പോൾ ഞാനതുകൊണ്ട് പേഴ്സണലി ബോട്ട് നെക്ക് യൂസ് ചെയ്യാറില്ല. ഒരിക്കലും ഞാൻ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്കത് മതിയായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബോട്ട് നെക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ നെക്കിൻ്റെ വീട്ടിലെ അത് കുറച്ച് കൂട്ടിയെടുക്കുക. അതായത് 3.5ഓ 4ഓ അത് നമുക്ക് എത്രയാണ് വീതി വേണ്ടത് അതിന് കണക്കായിട്ട് എടുക്കുക. അതുപോലെ താഴേക്ക് നമ്മൾ സാധാരണ 6 ഇഞ്ചാണല്ലോ കൊടുത്തത് റൗണ്ടിന് സ്ക്വയറിനൊക്കെ. ഇവിടെ ജസ്റ്റ് ഒരു 2 ഇഞ്ച് മതി. കാരണം നമ്മൾ ബോട്ട് നെക്ക് എന്ന് പറഞ്ഞാൽ അധികം കുഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ, നല്ല കയറിയിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അവിടെ ഒരു എന്താ പറയേണ്ട റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. അതായത് അളവ് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടായില്ലേ. താഴേക്കിൽ 2 ഇഞ്ച്. അപ്പോൾ ആ 2 ഇഞ്ചിൻ്റെ മുകളിൽ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ആ ഹൈറ്റില്ലേ അത്. കാരണം നമ്മളെ ബോട്ട് നെക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ സൈഡിൽ ഇമേജ് കൊടുക്കാം. ബോട്ട് നെക്കിൻ്റെ അതിങ്ങനെ വളഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു 1/2 ഇഞ്ച് അവിടെയും കൊടുത്തു. അത് കഴിഞ്ഞ് താഴെ നമ്മൾ 3.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 ഇഞ്ച് വേണമെങ്കിൽ 4 ഇഞ്ച് എടുക്കാം. അതിൻ്റെ കുറച്ച് അടുത്തോട്ട്, അതായത് ഏകദേശം ഒരു 1 ഇഞ്ച് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 1 ഇഞ്ചും മുകളിൽ മാർക്ക് ചെയ്ത 1/2 ഇഞ്ചില്ലേ അത് രണ്ടും കൂടി ഒരു കർവ് എന്ന് വെച്ചാൽ കറക്റ്റ് കർവല്ല, കുറച്ചൊന്ന് വളച്ച് ചെരിച്ച് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ടാവും. അപ്പം മുകളിൽ സ്ട്രെയിറ്റ് വരാണ്ടിരിക്കാൻ ജസ്റ്റ് ആ വര കടത്തിയിട്ട് ചെറിയൊരു അത് വളരെ പുറത്ത്, ഓക്കെ, ചെറുങ്ങനെ ഇച്ചിരി കണ്ട അത് അല്ല, അങ്ങനെ പുറത്തോട്ട് വരക്കുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ ആ വര തന്നെ ഒന്ന് കുറച്ച് കട്ടിയിലാക്കിയിട്ട് അതായത് നമുക്ക് സ്ട്രെയിറ്റ് വരാൻ പാടില്ല. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ബോട്ടിനെ കായോ ഇല്ലയോ എന്നറിയാലോ. അപ്പോൾ നമ്മൾ ആ വരച്ചതിലൂടെ തന്നെ കറക്റ്റ് ആ സ്റ്റാർട്ടിങ്ങിലൊക്കെ അങ്ങനെ തന്നെ കൊടുത്താൽ മതി. അവിടെ വളവൊന്നും വേണം. 1 ഇഞ്ചിന് ശേഷം മാത്രമേ വളച്ച് കൊടുക്കേണ്ടതുള്ളൂ. നേരെ പോയി അതാ നമ്മുടെ ആ സ്റ്റാർട്ടിങ്ങിലെ അവിടം വരെ എത്തി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നെസ് നിവർത്തി നോക്കുമ്പോൾ മനസ്സിലാവും ഇതിപ്പോൾ ഏതാ ഷേപ്പ് എന്ന്. മനസ്സിലായോ? ഇത് ഏകദേശം ഈ ഒരു അളവിലാണ് ബോട്ടിനെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കയറിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ നമുക്ക് അളവെടുത്തില്ലേ 1/2 ഇഞ്ച് 2 ഇഞ്ചും താഴോട്ടേക്ക്, ആ 2 ഇഞ്ചിന് കുറച്ച് 1.5 ഇഞ്ചോ 1 ഇഞ്ചോ ആക്കി കഴിഞ്ഞാൽ ഇനി മേലോട്ടായിട്ട് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നുമല്ല, ഞാൻ ഇതാ സൈഡ് കൊടുത്തേക്കുന്ന പിക്കില്ലേ, ആ പിക്കിലുള്ള പോലത്തെ നെക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, അതായത് റൗണ്ടും അല്ല സ്ക്വയറും അല്ല, അങ്ങനത്തെ ഒരു നെക്കാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ആദ്യത്തെ പോലെ തന്നെ 3 ഇഞ്ച് നെക്കിൻ്റെ വിട്ടും താഴേക്കുള്ളത് ഒരു 6 ഇഞ്ചുമായിട്ട് ഒരു സ്ക്വയർ മാർക്ക് ചെയ്യാം. ഓക്കെ, അതിൽ കാണുന്ന വലിയ ഡോട്ട് നോക്കണ്ട. അത് ഈ മാർക്കർ തുറന്ന സമയത്ത് ആ മാർക്കറിൻ്റെ അകത്ത് നിന്ന് പോയ ഇതാണ് ഡ്രോപ്പാണ് അത് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്തു, ഒരു സ്ക്വയർ മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, സ്ക്വയർ അല്ല റെക്റ്റാങ്കിൾ, അത് പറയുമ്പോൾ മാറിപ്പോന്നെ. അപ്പോൾ മാർക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെ നേരെ മുറിച്ച് നമുക്കത് എന്താ സ്ക്വയർ നെക്കായി. അതുപോലെ നമുക്ക് ചെറു ആർച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് റൗണ്ട് നെക്കായി. നമുക്കത് രണ്ടും അല്ലാത്തൊരു ഷേപ്പാണല്ലോ വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 3 ഇഞ്ചില്ലേ, അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു 1 ഇഞ്ച്, അതായത് ഇപ്പുറത്തുനിന്ന് 2 ഇഞ്ച്, നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കഴിഞ്ഞാൽ, നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അവിടെ ഒരു 1 ഇഞ്ച് കൊടുത്തു. അതുപോലെ തന്നെ മുകളിലേക്ക് വെച്ചിട്ട് എത്രയാണ്, ഒരു 1 ഇഞ്ച് അവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച്, അത് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് അധികം വളയണമെന്നുണ്ടെങ്കിൽ മാറ്റിയിട്ട് കൊടുക്കാം. 1.5 ഇഞ്ച് അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതിന് രണ്ടിനെയും കൂടി ഒന്ന് വരച്ചു കൊടുക്കുക. അത് ഞാനിപ്പോൾ ആദ്യം വരച്ചത് ഇച്ചിരി സ്ട്രെയിറ്റ് ആയിപ്പോയേ, പിന്നെ ഞാൻ ഓർത്തത് ഇങ്ങനെ ഭയങ്കര സ്ട്രെയിറ്റ് ആയ പോലെ ആയിപ്പോയല്ലോ. സ്ട്രെയിറ്റ് മുറിച്ചാൽ വേറൊരു ടൈപ്പ് ഓഫ് നെക്ക് കിട്ടും. എനിക്ക് കുറച്ചുകൂടെ ഒന്ന് വളച്ചിട്ടായിരുന്നു വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി അടിയിൽ കൂടെ എന്താക്കുന്നത്, ഒന്ന് വളച്ചിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു കർവ് കൊടുത്തതുപോലെ ആക്കിയിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാമത് വരച്ച വരെയാണ് നമ്മൾ വെട്ടാൻ പോകുന്നത്. സ്ട്രെയിറ്റ് വരച്ച് കഴിഞ്ഞാൽ വേറൊരു കൈൻഡ് ഓഫ് നെക്ക് കിട്ടും. അത് നമ്മളെ കട്ടിങ് പോലെ ഇരിക്കും. അപ്പോൾ ഈ 3 ഇഞ്ചും 6 ഇഞ്ചും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എന്നിട്ട് ഇതാ ഞാൻ വരച്ചെടുത്ത ആ വളവിൽ കൂടെ തന്നെ എന്ത് ചെയ്തു, കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ തന്നെ ഞങ്ങൾ എങ്ങനെയാണ് വെട്ടുന്നതെന്നുള്ളതാണ്. ഇതിനിപ്പോൾ കാര്യമായ വേറെ അളവുകളും ടെക്നിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു, അത്ര തന്നെ. അതുപോലെ അത് കണ്ട് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ സ്ക്വയർ പ്ലസ് റൗണ്ട് മിക്സ് ആയിട്ടുള്ളൊരു നെക്കും കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ ഈ ഒരു നെക്കും കൂടെ ട്രൈ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ അത്യാവശ്യം ഈസി ആയതും ചെയ്യാൻ എളുപ്പമുള്ളതായൊരു നെക്കാണ് ഈ ചെയ്യുന്നത്. ഇത് ഞാൻ എന്ത് ചെയ്തു, ഏതോ ഒരു ഡ്രസ്സ് ഞാൻ തന്നെ തയ്ച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഇട്ട വീഡിയോ അല്ലാത്ത ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനും സെയിം പ്രൊസീജിയറിന്, അതായത് 3 ഇഞ്ച് താഴേക്ക് 6 ഇഞ്ച് വെച്ച് വരച്ചു കൊടുത്തു. ഈ 3 ഇഞ്ചും 6 ഇഞ്ചും എന്താ ഞാൻ ഈ വീഡിയോന് മുന്നേ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ റിപ്പീറ്റ് ചെയ്യാത്തത്.
അപ്പോൾ ആ ഒരു സ്ക്വയർ വരച്ചതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ ആ 6 ഇഞ്ചിൻ്റെ അകത്ത് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തു, അതായത് 3 ഇഞ്ചിൽ. ഇനി എന്താ ചെയ്യുക, സിമ്പിളാണ്. ആ മാർക്ക് ചെയ്ത സെൻറ്ററും നമ്മുടെ ഇതിൻ്റെ ആ പോയിൻ്റില്ലേ, ഇപ്പോൾ വരെ പോയത് കണ്ടില്ലേ, ആ മടക്ക്, അവിടെയും കൂടെ ജോയിൻ ചെയ്ത് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് കറക്റ്റ് അതിലൂടെ വരച്ച് കൊടുക്കുക. ഇതിൽ കേവ് ഒന്നും വരുന്നില്ല, ജസ്റ്റ് സ്കെയിൽ നമ്മൾ സ്ക്വയറിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ഞാൻ അത്യാവശ്യം താഴ്ത്തി അടിക്കുന്ന കൂട്ടത്തിലാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അടിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് ആ കട്ട് ചെയ്തതിലൂടെ വരച്ചതിലൂടെ കട്ട് ചെയ്ത് നോക്കാം. ആൻഡ് ദേ ഇങ്ങനെ ഇരിക്കും തുറന്നു കഴിഞ്ഞാൽ. അത്യാവശ്യം കുറച്ചൊരു ക്ലാസ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് എത്ര ആൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, ഓരോ ആൾക്കാർക്ക് ഓരോ ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇതാ ഈ ഒരു പാറ്റേണാണ് അടുത്തതായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഈ ആലില നെക്ക് എന്ന് പറയുന്ന, ആലില കഴുത്ത് എന്ന് പറയുന്ന ഒരു മോഡലാണെന്നാണ് ഞാൻ അമ്മേനോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത്. അങ്ങനെയാണ് പറയുന്നത്. എനിക്കെൻ്റെ ശരിക്കും പേരറിയില്ല, അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്തു, സെയിം നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്തും അതിൻ്റെ ഒരു വിഡ്ത്തും എടുത്തു, മാർക്ക് ചെയ്തു 3ഉം 6ഉം. അത് കഴിഞ്ഞ് ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ എങ്ങനെ ചെയ്ത് നോക്കിയെന്ന് വെച്ചാൽ, ഈ 3 ഇഞ്ചില്ലേ അവിടെ ജസ്റ്റ് ഒരു മാർക്കിട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, മുകളിലത്തത് അങ്ങനെ കാര്യമായിട്ട് മാറ്റമൊന്നും വരുത്തണ്ട, ജസ്റ്റ് അവിടെ നിന്നേ വരക്കണമെന്നില്ല. ഞാൻ പിന്നെ ഒരു കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് അതിന് കുറച്ച് വരച്ചു, ആ 3 ഇഞ്ച് എത്തി. അവിടെ നിന്ന് എന്ത് ചെയ്തു, ഒരു ചെറിയ കർവ് പോലെ വരച്ച്, ഇപ്പോൾ നിങ്ങൾക്ക് ഇമേജ് കണ്ടാൽ മനസ്സിലാവും, ദേ ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുക. നമ്മളിപ്പോൾ എന്താ പറയണ്ടേ, ഒരു വളച്ചൊരു വളവില്ലേ, ആ ഒരു സംഭവം. എന്നിട്ട് എന്ത് ചെയ്യൂ, അത് ജസ്റ്റ് ആ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി നെക്ക് കിട്ടും. ഇതെനിക്ക് ഇഷ്ടപ്പെടും, ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു നെക്കായിരുന്നേ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേരൊന്നും അറിയില്ല, എന്നോട് അമ്മോനെ എനിക്ക് ഈ ഒരു നെക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പിക്ക് കാണിച്ചു തന്നു. അത് ഞാൻ ജസ്റ്റ് വരച്ച് നോക്കിയതാണ്. അതിലും നിങ്ങൾ എന്തായി 6 ഇഞ്ച് 3 ഇഞ്ച് ആസ് യൂഷ്വൽ, ഞാനത് ശീലമായിട്ടാണ് പറയാത്തത്. അപ്പോൾ അത് വരച്ചു കൊടുത്തു. ആ പെന്ന് കുറേ കാലം യൂസ് ചെയ്തുകൊണ്ട് അതിന് മഷി കുറഞ്ഞ് വന്നിട്ടുണ്ട്. അതാണ് ഇതിങ്ങനെ കുറച്ച് ക്ലിയർ അല്ലാത്ത പോലെ. അഡ്ജസ്റ്റ് ചെയ്യുക, ഞാൻ കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നൊരു മാർക്കറാണ് അത്. അപ്പോൾ അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, 1 ഇഞ്ചും 3 ഇഞ്ചും മാർക്ക് ചെയ്തല്ലോ, അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച്, അറൗണ്ട് ഒരു 1/2 ഇഞ്ച് മുകളിൽ, അതായത് ലൈനും കഴിഞ്ഞൊരു സ്കെയിലിൻ്റെ വീതിക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, മുകളിൽ അങ്ങനെ തന്നെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ മാർക്ക് ചെയ്ത 1/2 ഇഞ്ചില്ലേ, അവിടുന്ന് ഈ താമരേൻ്റെ ഇതളൊക്കെ പോലെ ഈ മടക്കിലേക്ക് വരച്ചു കൊടുത്തു. അതുപോലെ തന്നെ മുകളിൽ ആ 3 ഇഞ്ചിലേക്ക് അവിടുന്ന് ഒരു ആർച്ച് വരച്ചു കൊടുത്തു. ഈ ആർച്ച് ഞാൻ വരച്ചപ്പോൾ എനിക്കിഷ്ടമായില്ല, അപ്പോൾ എനിക്ക് തിരിച്ച് വെച്ചു. വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാനൊരു കംഫർട്ട് പൊസിഷനിൽ ഇരുന്നിട്ടല്ല വരക്കുന്നുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് കൈ വഴങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ കർവ് കിട്ടാത്തതുകൊണ്ട് വീണ്ടും ഒന്ന് മാറ്റി വരച്ചേ. അപ്പോൾ എന്ത് ചെയ്തു, ഈ 1/2 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്ത സ്കെയിലിന് നീളം എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കിപ്പോൾ അത് പിന്നെ ഒരു 1 ഇഞ്ച് നേരെയാണെങ്കിൽ ജസ്റ്റ് 1 ഇഞ്ച് അളന്നിട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അതിലോട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു അടിപൊളിയിലേക്ക്, അമ്മേൻ്റെ തീരുമാനങ്ങളല്ലെങ്കിലും തെറ്റാറില്ലല്ലോ, പുള്ളിക്കാരിക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെട്ട്, അത്രയും നല്ലൊരു സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നിട്ട് കാണിച്ചു തന്നെയാണ്. അപ്പോൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സൂപ്പർ. ഇതും നല്ലൊരു എന്താ പറയണ്ടേ, നമ്മൾ അനാർക്കലിക്കൊക്കെ ഇട്ടാൽ നല്ല രസമുണ്ടാവും. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞാൻ വേറൊരു നെക്ക് കൂടെ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തതാണ്. പിൻട്രസ്റ്റ് നോക്കിയപ്പോൾ അതുപോലെ തന്നെ ഒക്കെ ഞാൻ ഇവിടെയൊക്കെ കണ്ട ഓർമ്മയുണ്ട്. അപ്പോൾ അതിനകത്ത് സെയിം 3 ഇഞ്ചും 6 ഇഞ്ചും വെച്ച് ഒരു ബോക്സ് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ 3 ഇഞ്ച് ജസ്റ്റ് മാർക്കിട്ട് കൊടുത്തു. അതായത് ആ 6 ഇഞ്ചിൻ്റെ അകത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ അവിടെ നിന്ന് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പേപ്പർ എടുത്ത് കട്ട് ചെയ്ത് നോക്കിയാൽ മതി, പറ്റുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ എന്നിട്ടല്ലേ സ്റ്റിച്ച് ചെയ്യേണ്ട, തുണിയിലേക്ക് മുറിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്താൽ 3 ഇഞ്ചില്ലേ, 3 ഇഞ്ചിൽ നിന്ന് ഒരു കർവ് ലൈൻ, അതായത് വരേൻ്റെ ഉള്ളിലേക്കായിട്ട് ഒരു കേർവ്ഡ് ലൈൻ കൊടുത്തു. അത് കഴിഞ്ഞ് ആ സ്റ്റാർട്ടിങ് പൊസിഷനിൽ നിന്ന് 3 ഇഞ്ചിലേക്ക് വേറൊരു കേർവ്ഡ് ലൈൻ കൊടുത്തു. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് കോമ്പസ് ഒക്കെ വരച്ചാൽ കറക്റ്റ് കിട്ടും, പക്ഷെ നമുക്ക് തുണിയിലൊക്കെ കോമ്പസ് ഒക്കെ എടുക്കുന്നത് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാനെല്ലാം ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു സ്കെയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് വാങ്ങിയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ചെറിയൊരു അബദ്ധം പറ്റി, ഞാൻ കട്ട് ചെയ്തപ്പോൾ ഈ സംസാരിച്ചുകൊണ്ട് കട്ട് ചെയ്തുകൊണ്ടേ, അതായത് എൻ്റെ ഇപ്പം അമ്മയും സിസ്റ്ററൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അവരോട് ഓരോ കാര്യം പറഞ്ഞ് കട്ട് ചെയ്തപ്പോൾ നേരെ മുറിക്കേണ്ട എന്താണോ അതായിരുന്നില്ല ഞാൻ മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു റിയലൈസേഷൻ വന്നത്. പിന്നെ പണി കിട്ടൽ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് ഞാൻ വേറൊരു പേപ്പർ എടുത്തു, അതിൽ സെയിം പാറ്റേൺ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് ഇങ്ങനെ ഉണ്ടാവും.
ഈ ഒരു പാറ്റേണും അത്യാവശ്യം നമ്മുടെ ഒരു ഫ്രോക്കൊക്കെ അടിക്കുമ്പോൾ രസം ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ ഇതാ മൊത്തത്തിൽ നമ്മൾ ഇത്രയും നെക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ജസ്റ്റ് ഇതുപോലെ പേപ്പറിലൊക്കെ കട്ട് ചെയ്തിട്ട് മാത്രം തുണി കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കതൊരു പ്രാക്ടീസും ആവും, നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്നറിയാലോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.